കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് രക്ഷപ്പെട്ട കൊലക്കേസ് പ്രതി 4ാം ദിവസവും കാണാമറയത്ത്. പെരിന്തൽമണ്ണ ദൃശ്യാവധക്കേസ് പ്രതി വിനീഷിനായി പോലീസ് തെരച്ചിൽ തുടരുകയാണ്. കണ്ണൂർ, പെരിന്തൽമണ്ണ, മംഗലാപുരം എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ദൃശ്യ പുതിയിടത്ത് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ദൃശ്യ, 4 ദിവസം പിന്നിടുകയാണ്. ഇയാൾ എവിടെയെന്നിപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഏതൊക്കെ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് നിലവിൽ ഇപ്പോൾ പോലീസിന്റെ പരിശോധന നടക്കുന്നത്? എന്താണ് പോലീസിന്റെ ഒരു പ്രതികരണം വിഷയത്തിൽ? അമൃത, തിങ്കളാഴ്ച രാത്രി 11 മണിയോടെയാണ് വിനീഷ് ഈ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ഈ ടോയ്ലറ്റ് വഴി പുറത്തേക്ക് കടക്കുന്നത്. അതിനുശേഷം പ്രദേശത്തെ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചെങ്കിലും ഈ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടും ഇതിനെക്കുറിച്ച് പ്രതിയെക്കുറിച്ച് ഇതുവരെ ഒരു സൂചന ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മുന്നിൽ നിൽക്കുന്ന ഒരു കാര്യം. പോലീസ് വ്യാപകമായി തിരച്ചിൽ നടത്തുന്നുണ്ടെങ്കിൽ പോലും, അതായത് പെരിന്തൽമണ്ണ, ഈ ദൃശ്യയുടെ വീട് പെരിന്തൽമണ്ണയാണ്, ആ ഭാഗം കേന്ദ്രീകരിച്ച് പോലീസിന്റെ പരിശോധന കാര്യമായി നടക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ മംഗലാപുരം, കണ്ണൂർ പ്രദേശങ്ങളിലൊക്കെ തന്നെ പോലീസ് വ്യാപകമായി സംഘങ്ങളായി തിരിഞ്ഞ് പരിശോധന നടത്തുന്നുണ്ട്. ഇയാൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷം മുൻപ് ഇയാൾ ഇതേ സ്ഥലത്ത് നിന്ന് ചാടിയിരുന്നു. ആ സമയത്ത് മംഗലാപുരത്ത് വെച്ചാണ് ഒരു ബൈക്ക് മോഷ്ടിച്ച ബൈക്കുമായി ഇയാളെ മംഗലാപുരത്ത് വെച്ചാണ് പിടികൂടുന്നത്. അതുകൊണ്ട് തന്നെയാണ് മംഗലാപുരത്തേക്കും അന്വേഷണം വ്യാപിപ്പിച്ചത്. ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ കാര്യമായ അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് പോലീസ് നമ്മളോട് പറയുന്നത്. എന്നാലും ഈ 4 ദിവസം, അതായത് 5ാമത്തെ ദിവസമാണ്, തിങ്കളാഴ്ച രാത്രി 11 മണിയോടുകൂടിയാണ് ഇയാളെ അവിടെ നിന്ന് കാണാതാകുന്നത്. ഇത്രയും ദിവസമായിട്ടും പോലീസിന് ഒരു തുമ്പും ഈ പ്രതിയെക്കുറിച്ച് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മുന്നിൽ നിൽക്കുന്ന ഒരു കാര്യം. ദൃശ്യയുടെ കുടുംബം മുന്നോട്ട് വന്നിരുന്നു, തങ്ങളുടെ ആശങ്ക പ്രകടിപ്പിച്ച് മുന്നോട്ട് വന്നിരുന്നു. വിനീഷ് ഇതിനു മുൻപ് ഭീഷണി മുഴക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് ഇവർക്കും സുരക്ഷ നൽകുന്നുണ്ട് എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. കൂടാതെ തന്നെ വിനീഷിന്റെ കുടുംബവുമായും പോലീസ് ബന്ധപ്പെട്ടിരുന്നു. ഇയാൾ ഇവിടെ എത്തിയാൽ എത്രയും പെട്ടെന്ന് തന്നെ പോലീസിനെ അറിയിക്കണമെന്ന അടക്കമുള്ള കാര്യങ്ങൾ വിനീഷിന്റെ കുടുംബത്തെയും അറിയിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ ഇത്രയും ദിവസമായിട്ടും ഈ 2 വർഷം മുൻപ് ചാടിപ്പോയ പ്രതി അതേ സ്ഥലത്ത് വെച്ച് തന്നെ വീണ്ടും ചാടുന്നു. പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ സുരക്ഷ നൽകിയിട്ടില്ല. പോലീസ് കൃത്യമായി ഈ 2 വർഷം മുൻപ് ചാടി അതേ സ്ഥലത്ത് നിന്ന് വീണ്ടും പ്രതി ചാടിപ്പോകുമ്പോൾ പോലീസ് എന്തുകൊണ്ടാണ് കൃത്യമായി സുരക്ഷ ഏർപ്പാട് ചെയ്യാത്തത് എന്നത് കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായ ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ടോയ്ലറ്റിലെ ഭിത്തി തുറന്നാണ് ഇയാൾ പുറത്തേക്ക് കടന്നത്. പ്രദേശത്തുള്ള CCTV ദൃശ്യങ്ങൾ ഒന്നും തന്നെ പതിഞ്ഞിട്ടില്ല. ഈ ചാടിപ്പോയ സമയത്തെക്കുറിച്ചും കൃത്യമായി വ്യക്തത വന്നിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് മുന്നിലുള്ളത്. പോലീസിന് ഇതൊക്കെ തന്നെ വലിയ തലവേദനയാകുന്നുണ്ട്. ഇയാൾ പുറത്ത് ചാടി ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് പോലീസിന് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ട് പോലും ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഇയാളെ കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പോലീസിന് മുന്നിൽ വലിയ തലവേദനയായി നിലനിൽക്കുന്നത്. എങ്കിൽ പോലും കൃത്യമായി കമ്മീഷണറുടെയും ഡെപ്യൂട്ടി കമ്മീഷണറുടെയും ഒക്കെ നേതൃത്വത്തിൽ വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് കണ്ണൂര്, പെരിന്തൽമണ്ണ, മംഗലാപുരം തുടങ്ങിയ ഭാഗങ്ങളൊക്കെ തന്നെ പോലീസ് അരിച്ചുപെറുക്കി അന്വേഷിക്കുകയാണ്. പെട്ടെന്ന് തന്നെ പ്രതിയെ കിട്ടുമെന്നുള്ള പ്രതീക്ഷ പോലീസിനുണ്ടെങ്കിൽ പോലും ഇത്ര ദിവസമായിട്ടും പ്രതി എവിടെയാണ് എന്നതിനെ കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് ഉള്ളത്. എന്നിരുന്നാൽ പോലും 2 വർഷം മുൻപ് ചാടിപ്പോയ പ്രതിക്ക് കൃത്യമായ സുരക്ഷ നൽകാൻ, അല്ലെങ്കിൽ അവിടെ കാവൽ നൽകാൻ പോലീസിന് സാധിച്ചിട്ടില്ല തുടങ്ങിയ ആരോപണങ്ങളൊക്കെ തന്നെ ഉയർന്നു വരുന്നുമുണ്ട്. അമൃത, ശരി ദൃശ്യം.